ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം ജൂൺ 19 വായനാ ദിനമാണല്ലേ. അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വിസുകൾ നടത്താറുണ്ട്. ആ ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. എല്ലാ പ്രാവശ്യവും ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? നമ്മൾ വീഡിയോയുടെ കൂടെ തന്നെ എല്ലാ ചോദ്യങ്ങളും പഠിച്ചു പോകാൻ നോക്കാം. അപ്പോൾ എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19 എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ജൂൺ 19. അടുത്ത ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചോളൂ, PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. എല്ലാവരും ഓക്കെയാണേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? അപ്പോൾ ജൂൺ 19 വായനാ ദിനമാണെന്ന് നമ്മൾ പഠിച്ചു. ആരുടെ ഓർമ്മയ്ക്കായാണ്? PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ്. അപ്പോൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്ന് അറിയണ്ടേ? ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതലാണ്. എപ്പോൾ മുതലാണ്? 1996 മുതൽ. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഏതാണ് ആ ദിവസം? ജൂൺ 19. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ജൂൺ 19 വായനാ ദിനം ആരുടെ ഓർമ്മയ്ക്കായാണ്? PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേരാണ് പുതുവായിൽ നാരായണ പണിക്കർ. അടുത്ത ചോദ്യം നോക്കാം. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നോക്കാം. നീലംപേരൂർ. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്താണ് PN പണിക്കർ ജനിക്കുന്നത്. ഏതാണ് ജില്ല? ആലപ്പുഴ. സ്ഥലം നീലംപേരൂർ. മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ നിർബന്ധമായും ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളൂ. ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ക്വിസ് മത്സരത്തിന് വേണ്ടി അല്ലെങ്കിലും നമ്മൾ മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, എല്ലാവരും പഠിച്ചില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004. അപ്പോൾ വർഷം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. 2004, മാസം ജൂൺ, ദിവസം 19. അപ്പോൾ 2004 പഠിച്ചു വെച്ചാൽ മതി. ജൂൺ 19 നമുക്കറിയാം വായനാ ദിനമാണ്. അപ്പോൾ അതങ്ങ് കണക്ട് ചെയ്താൽ മതി. 2004 ജൂൺ 19 PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കി. ഓക്കെ. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തരം നോക്കിക്കോളൂ. തിരൂർ തുഞ്ചൻ പറമ്പ്. തിരൂർ തുഞ്ചൻ പറമ്പാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം അറിയാമോ? ഉത്തരം ജൂൺ 25 വരെയാണ്. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ്. ഒരാഴ്ച അല്ലേ? നമ്മൾ ഒരാഴ്ച അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അടുത്ത ചോദ്യം നോക്കിയാലോ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. ഉത്തരം സാഹിത്യ ലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? സാഹിത്യ ലോകം. അടുത്ത ചോദ്യം നോക്കാം. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത്? മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം ഇതാണ്, എൻ്റെ കഥ. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ കഥ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ എന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ്? ഉത്തരം നോക്കിയാലോ. ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നത് ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? നമുക്ക് ഉത്തരം നോക്കാം. PN പണിക്കർ. മറന്നുപോരുത്, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് PN പണിക്കറാണ്. അപ്പോൾ മറക്കില്ലല്ലോ, PN പണിക്കറാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം നോക്കാം. മലയാളമാണ്. കേരളത്തിൻ്റെ ഭരണഭാഷ മലയാളമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം നോക്കിക്കോളൂ. ഗ്രീക്ക് സാഹിത്യമാണ്. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രീക്ക് സാഹിത്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഴുത്തച്ഛനാണ്. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ഗ്രന്ഥലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥലോകം. അവസാന ചോദ്യം ഇതാണ്. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉത്തരം നോക്കിയാലോ. ഉത്തരം ഇതാണ്, ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ ഫ്രണ്ട്സ്, വായനാ ദിനവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള
എല്ലാ വർഷവും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. എല്ലാ ചോദ്യങ്ങളും എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടവർക്ക് അതിൻ്റെ ഉത്തരം ഇപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക. ചോദ്യം ഇതാണ്: PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ രേഖപ്പെടുത്തിക്കോളൂ. അറിയാത്തവർ പെട്ടെന്ന് തന്നെ പോയി ആ ചോദ്യവും ഉത്തരവും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.